മഴ കനത്തതോടെ പഴയങ്ങാടി റെയിൽവേ അടിപ്പാത വെള്ളത്തിലായി. വെള്ളം കയറി പല വാഹനങ്ങൾക്ക് കേടുപാടും സംഭവിച്ചു. കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുകയാണെന്ന് യാത്രക്കാർ പറയുന്നു. എല്ലാ മഴക്കാലത്തും പഴയങ്ങാടിക്കാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണിത്. ഇത്തവണയും കാലവർഷം ശക്തമായതോടെ റെയിൽവേ അടിപ്പാത വെള്ളത്തിലായി. വാഹനങ്ങൾ പകുതിയും വെള്ളത്തിൽ മുങ്ങിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. പുതിയങ്ങാടി, മാട്ടൂൽ, പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിടങ്ങളിലേക്ക് പോകുന്നവർക്ക് അടിപ്പാതയിലെ വെള്ളക്കെട്ട് നീന്തി കടക്കേണ്ട അവസ്ഥയാണ്. പല ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും കേടുപാട് സംഭവിച്ചു. പലതും വെള്ളത്തിൽ നിന്നുപോയി. റോഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് വെള്ളക്കെട്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇനിയും നടപടിയായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഓവർബ്രിഡ്ജിന്റെ അടിവശാണ്. ഇവിടെ ഇങ്ങനെ മഴക്കാലത്ത് ഇത്രയും ദുരിതത്തെ യാത്രക്കാർ ഇത്രയും ദുരിതമനുഭവിക്കുന്ന ഒരു സമയം. മഴക്കാലം ഭയങ്കര ദുരിതം തന്നെയാണ്. ഇവിടെ ചെറിയ ചെറിയ വാഹനങ്ങൾക്കോ ഇതിനോ സഞ്ചാര ഇതില്ല. കാരണം ഇവിടെ ഓഫായി കിടക്കുന്ന ഒരുപാട് വണ്ടി ഇവിടെ ഇങ്ങനെ ഓഫായി കിടക്കുകയാണ്. ഇത് ഒരുപാട് നേതാക്കന്മാർ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി ഈ ദുരിതാനുഭവിക്കുന്നത്. പുഴയിൽ വെള്ളം ഏറ്റാണെങ്കിൽ ഇവിടെ കൂടുതൽ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇപ്പം ആൾ വന്നിട്ട് ഇവിടുന്ന് ചെയ്യും. ഇവിടെ ഓട്ടോ അതുപോലെ ടൂ വീലർ ഇവിടെ നോക്കാം, നിങ്ങൾക്ക് കാണാമല്ലോ. പുറത്തുനിന്ന് ആൾ വന്നിട്ട് ഇവിടുന്ന് വെള്ളത്തിൻ്റെ കാലവർഷക്കെടുതി വന്നു കഴിഞ്ഞാൽ ഇതിലെ കൂടിയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലുള്ള ചെറിയ കുട്ടികൾ പോലും കടന്നു പോകാൻ പറ്റാതെ റെയിൽവേ പാലം കടന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ദുരന്തത്തിന് കാരണം വെക്കും. ഇതിനു വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ MLA യും MP യും എല്ലാവരും ഇതിനു വേണ്ടി നല്ലൊരു തീരുമാനം കണ്ടെത്തി നമ്മുടെ ഈ യാത്ര സുഗമമാക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. പോലീസ് ഇടപെട്ട ഇരുചക്ര വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കനത്ത മഴയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പലരും കുഴങ്ങി. അടിപ്പാതയ്ക്ക് സമീപം മൊബൈൽ വർക്ക്ഷോപ്പ് സർവീസും ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ഇനി എന്താവും സ്ഥിതിയെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.